ഹലോ നമസ്കാരം, ഭാവനാസ് ഫുഡ് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുരിങ്ങയില രസമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു 7 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2-3 എണ്ണം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ചെറുതായിട്ട് നുറുക്കിയത്, 1 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മല്ലിയില, ഒരു ചെറിയ കഷ്ണം കായപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ, ആവശ്യത്തിന് ഉപ്പ്, മുരിങ്ങയില, പിന്നെ വേണ്ടിയത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കുറച്ച് കടുകും. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടിയത്. നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ രസം ഉണ്ടാക്കുന്നത് നോക്കാം. മുരിങ്ങയുടെ അളവ് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് മാറ്റാം. ഞാനിപ്പോൾ 2 കൈക്കുമ്പിളിൻ്റെ അത്രയുമാണ് മുരിങ്ങയില എടുത്തിരിക്കുന്നത്. ആദ്യമേ നമുക്ക് മുരിങ്ങയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മുരിങ്ങയില ഇടുക. എന്നിട്ട് ആവശ്യത്തിന് രസത്തിൻ്റെ അളവനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് കായം ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ബോയിലായിട്ട് വരട്ടെ. അടുത്തതായിട്ട് ഒരു ഗ്രൈൻഡിങ് ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, തക്കാളി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഒരു ചെറിയ ഗ്രൈൻഡിങ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരുപാട് അരഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചതച്ച് എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് മിക്സി അവോയ്ഡ് ചെയ്ത് കല്ലിലിട്ട് കുത്തി ചതച്ചെടുത്താലും മതി കേട്ടോ. ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഒന്ന് മുറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഒന്ന് ചതയ്ക്കുക. കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് അതും കൂടെ നമുക്ക് എണ്ണയിലേക്കിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ടും കൂടെ അരപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഈ അരപ്പും എല്ലാം കൂടെ കൂടി എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറി വരുന്നത് വരെയും നമുക്കിത് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു നെല്ലിക്ക വലുപ്പമുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവുന്നത് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ബോയിലായി വരട്ടെ, അതുവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേറൊരു പാത്രത്തിൽ മുരിങ്ങയില നന്നായിട്ട് വേവിച്ച് വെച്ചിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ കായത്തിൻ്റെ അളവ് പോരാൻ തോന്നുകയാണെങ്കിൽ കായം പൊടിയായിട്ടോ അല്ലെങ്കിൽ ചെറിയ കഷ്ണമായിട്ടോ ഇട്ട് കൊടുക്കാം. അതേപോലെ കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ, അത് കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് വരട്ടെ. നല്ല മണമാണ് രസത്തിൻ്റെ. മുരിങ്ങയില രസം ഭയങ്കര നല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിനാണെങ്കിലും വയറിനാണെങ്കിലും ഒക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് രസം അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. അടിപൊളി രസം ഇവിടെ തയ്യാറാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് ഇനിയും ഭാവനാസ് ഫുഡ് ടേബിളിലൂടെ നമുക്ക് കാണാം. ഇതുവരെയും ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും മറക്കാതെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് അറിയിക്കണം. അപ്പം ഇനി വരെയും നമ്മൾ കാണുന്നത് വരേക്കും താങ്ക് യു.